Dear students, in today's session, we shall begin the third module of your banking and insurance syllabus. In your banking and insurance syllabus, there are 5 modules. The first 3 modules about banking and the last 2 about insurance. In today's session, we shall begin the third module, that is all about banker and customer relationship. ഇനി നമ്മളിതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാങ്കറിനൊരു കൃത്യമായൊരു പ്രിസൈസായ ഡെഫിനിഷൻ ഒരു ഓതറും ഒരു ലോയും കൊടുത്തിട്ടില്ല. നമ്മൾ പല ഡെഫിനിഷൻസ് നോക്കുമ്പോൾ ഏകദേശം ഒത്തുവരുന്ന അല്ലെങ്കിൽ സംവാട്ട് ക്ലിയർ കട്ട് ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ സർ ജോൺ പഗറ്റ്. സോ ഫസ്റ്റ് വി ഷാൽ ഗോ ത്രൂ ദാറ്റ്. ജോൺ പഗറ്റിൻ്റെ ഡെഫിനിഷനിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അപ്പോൾ അതിൻ്റെ അകത്ത് അക്കോർഡിംഗ് ടു സർ ജോൺ പഗറ്റ്, നിങ്ങളുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളത് നോക്കിക്കോളൂ. അക്കോർഡിംഗ് ടു സർ ജോൺ പഗറ്റ്, നോ പേഴ്സൺ ഓർ ബോഡി കോർപ്പറേറ്റ് ഓർ അതർവൈസ് ക്യാൻ ബി എ ബാങ്കർ who does not take deposit accounts, take current accounts, issue and pay checks and collect checks cross and uncross for his customers. ഇപ്പോൾ ജോൺ പഗറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നോ പേഴ്സൺ ഓർ ബോഡി കോർപ്പറേറ്റ് ഓർ അതർവൈസ് ക്യാൻ ബി എ ബാങ്കർ. ഇപ്പോൾ ഒരു വ്യക്തിയോ ബോഡി കോർപ്പറേറ്റ് അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഒരു ബാങ്കർ ആകുന്നില്ല. എപ്പോഴൊക്കെയാണ് ആകുന്നില്ലാത്തത്? അതർവൈസ് ക്യാൻ ബി എ ഹൂ ഡസ് നോട്ട് ടേക്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്സ്. ഇപ്പോൾ എ ബാങ്കർ ഷുഡ് ടേക്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്സ്. എ പേഴ്സൺ ഓർ എ ബോഡി കോർപ്പറേറ്റ് ഓർ എനി ഓർഗനൈസേഷൻ വിച്ച് ഡസ് നോട്ട് ടേക്ക് എ ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഈസ് നോട്ട് എ ബാങ്കർ. രണ്ടാമത്, ടേക്ക് കറണ്ട് അക്കൗണ്ട്സ്. അപ്പോൾ ഡെപ്പോസിറ്റ് അക്കൗണ്ട് മാത്രം പോരാ, കറണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യണം. ദെൻ ഇഷ്യൂ ആൻഡ് പേ ചെക്സ് ആൻഡ് കളക്ട് ചെക്സ് ക്രോസ്ഡ് ആൻഡ് അൺക്രോസ് ഫോർ ഹിസ് കസ്റ്റമേഴ്സ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാളെ ബാങ്കർ ആകുന്നുള്ളൂ. ഹി ഫർദർ ആഡ്സ് ദാറ്റ് വൺ ക്ലെയിമിംഗ് ടു ബി എ ബാങ്കർ മസ്റ്റ് പ്രൊഫസ് ഹിംസെൽഫ് ടു ബി വൺ. ഇപ്പോൾ ഒരാളൊരു ബാങ്കറായിട്ട് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അത് അയാൾ പ്രൊക്ലെയിം ചെയ്യണം, അയാളത് വെളിപ്പെടുത്തണം. ദി പബ്ലിക് മസ്റ്റ് അക്സെപ്റ്റ് ഹിം ആസ് എ ബാങ്കർ. അതുപോലെ തന്നെ ഇതാ പൊതുജനം അല്ലെങ്കിൽ ജനറൽ പബ്ലിക് അയാളെ ഒരു ബാങ്കറായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരാളൊരു ബാങ്കറായിട്ട് അറിയപ്പെടുകയുള്ളൂ, ഒരു ബാങ്കറായി തീരുന്നുള്ളൂ. നമ്മൾ ഈ ഡെഫിനിഷനിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഒരാൾ അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു ബാങ്കറായിട്ട് കണക്കാക്കാം. ദി ഡെഫിനിഷൻ ബ്രിങ്സ് ഫോർ ദി ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് എ ബാങ്കർ. അപ്പം സർ ജോൺ പഗറ്റിൻ്റെ ഡെഫിനിഷനിൽ നിന്നും ഒരു ബാങ്കറിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതെന്തൊക്കെയാണെന്ന് നോക്കാം. എ അക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ് ഓഫ് മണി ഓൺ കറണ്ട് അക്കൗണ്ട്സ്. ഇപ്പോൾ എന്താ? അക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ്സ് ഓഫ് മണി ഓൺ ഡിപ്പോസിറ്റ് ആൻഡ് കറണ്ട് അക്കൗണ്ട്സ്. പണം ഡിപ്പോസിറ്റായിട്ടും കറണ്ട് അക്കൗണ്ടുകളിലും സ്വീകരിക്കുക. അപ്പം ഓപ്പണിംഗ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്സ് ആൻഡ് കറണ്ട് അക്കൗണ്ട്സ്. രണ്ടാമത്, റീപേയ്മെൻറ്റ് ഓഫ് ദീസ് ഡിപ്പോസിറ്റ്സ് ബൈ ചെക്സ് ഓർ അതർവൈസ്. ഇങ്ങനെ ഡിപ്പോസിറ്റായിട്ട് സ്വീകരിക്കുന്ന പണം ചെക്ക് മുഖാന്തരം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചോ വേണം റീപേയ്മെൻറ്റ് നടത്താനായിട്ട്. ഇപ്പോൾ എ ടി എം ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എ ടി എമ്മിലൂടെ പണം പിൻവലിക്കാനുള്ള സൗകര്യം കൊടുത്താലും ബാങ്കറാണ്. ദെൻ കളക്ഷൻ ഓഫ് ചെക്സ് ഫോർ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് വേണ്ടി അവർക്ക് കളക്ട് ചെയ്യാൻ കൊടുക്കുന്ന ചെക്കുകൾ കളക്ട് ചെയ്യുക, അതൊരു ഏജൻസി സർവീസായിട്ട് വരും. കളക്ഷൻ ഓഫ് ചെക്സ് ഫോർ കസ്റ്റമേഴ്സ്. ദെൻ പെർഫോമൻസ് ഓഫ് ബാങ്കിങ് ബിസിനസ് ആസ് ദി മെയിൻ ബിസിനസ്. ഒരു ബാങ്കർ ആകണമെങ്കിൽ ആ വ്യക്തിയുടെ മെയിൻ ബിസിനസ് എന്തായിരിക്കണം? ബാങ്കിങ് ബിസിനസ് ആയിരിക്കണം. മറ്റു പല ബിസിനസ്സിൻ്റെയും കൂടെ ബാങ്കിങ് ബിസിനസ് ചെയ്യാൻ പറ്റുകയില്ല. ഒരു വ്യക്തി ബാങ്കറായിട്ട് അറിയണമെങ്കിൽ ഹിസ് മെയിൻ ബിസിനസ് മസ്റ്റ് ബി ബാങ്കിങ് ബിസിനസ്. ഇത് സർ ജോൺ പഗറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ബാങ്കറിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് കിട്ടാവുന്ന ഈ പറയുന്ന 4 ഫീച്ചേഴ്സാണ് കിട്ടുന്നത്. ദെൻ ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഡിഫൈൻസ് ദി ടേം ബാങ്കിങ് കമ്പനി ആസ് എനി കമ്പനി വിച്ച് ട്രാൻസാക്ട് ദി ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇപ്പം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 കൊടുത്തിരിക്കുന്നത് എന്താ? എനി കമ്പനി വിച്ച് ട്രാൻസാക്ട്സ് ദി ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിൽ ബാങ്കിങ് ബിസിനസ് നടത്തുന്ന എല്ലാ കമ്പനികളും ബാങ്കുകളായിട്ടറിയപ്പെടും.
ബാങ്കിങ് ബിസിനസ് നടത്തുന്ന കമ്പനികൾ എന്താ, ബാങ്കുകളായിട്ട് അറിയപ്പെടും. That is given in section 5 subsection 1 subsection C of the Banking Regulation Act 1949. The term banking has been defined by the same act. ഇപ്പം ബാങ്കിങ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബാങ്കിങ് ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ബാങ്കിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഡിഫൈൻസ് ബാങ്കിങ് ആസ് അക്സെപ്റ്റിംഗ് for the purpose of lending and investment of deposits of money from the public, repayable on demand or otherwise, and withdrawal by check, draft, order or otherwise. Accepting deposits for the purpose of lending and investment. Again, deposits of money repayable on demand. ഇത് രണ്ട് ഡെഫിനിഷനിലും ഉണ്ട്. സർ ജോൺ പഗറ്റിൻ്റെ ഡെഫിനിഷനിലും കൊടുത്തിട്ടുണ്ട്. റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക്. പിൻവലിക്കാവുന്ന ഏതൊക്കെ രീതിയിലാണ്? ചെക്ക് മുഖാന്തരമോ അല്ലെങ്കിൽ വിഡ്രോവൽ സ്ലിപ്പ് മുഖാന്തരമോ ഡ്രാഫ്റ്റ് മുഖാന്തരമോ. അപ്പം വിഡ്രോവലിന് ബാങ്കുകൾ പറയുന്ന പല സംവിധാനങ്ങളുണ്ട്. ഇതാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. അത് സെക്ഷൻ 5 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ B ആണ്. ഇതിൽ നോക്കി എന്താ, നമുക്ക് ജനറലി ഒരു ബാങ്കറിന് അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഡെഫിനിഷനും മീനിങ്ങും അറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഡെഫിനിഷൻ അതുപോലെ മറ്റെല്ലാ ഡെഫിനിഷൻസും നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ടു കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എ ബാങ്ക് ദി ഫോളോയിങ് കണ്ടീഷൻ ഷുഡ് ബി ഫുൾഫിൽഡ്. നമ്മൾ ഈ പല ഡെഫിനിഷൻസ് സർ ജോൺ പഗറ്റിൻ്റെ ഡെഫിനിഷൻ അതുപോലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ, ഈ ഡെഫിനിഷൻസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബാങ്ക് ആയിട്ട് അല്ലെങ്കിൽ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എ ബാങ്ക്, ഇപ്പോൾ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ബാങ്ക് ആയിട്ട് അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ദി ഫോളോയിങ് കണ്ടീഷൻസ് മസ്റ്റ് ബി ഫുൾഫിൽഡ്. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. എ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് അക്സെപ്റ്റ് ഡിപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദി പബ്ലിക്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആകണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താണ്, ജനറൽ പബ്ലിക്കിൽ നിന്നും പണം ഡിപ്പോസിറ്റായിട്ട് സ്വീകരിക്കണം. രണ്ടാമത്, ദി ഡിപ്പോസിറ്റ് അക്സെപ്റ്റഡ് ഷുഡ് ബി റീപെയ്ഡ് ഐദർ ഓൺ ഡിമാൻഡ് ഓർ ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് എ സ്പെസിഫൈഡ് പീരീഡ് ബൈ ഓണർ ഇൻ ചെക്ക് ഓർ അതർവൈസ് അതർ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് വിഡ്രോവൽ. ഡിപ്പോസിറ്റായിട്ട് സ്വീകരിക്കുന്ന സമയം ഡിപ്പോസിറ്റ് ചെയ്യുന്നയാൾ ഡിമാൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏത് കാലത്തിലേക്കാണോ ഡിപ്പോസിറ്റ് ആ കാലാവധി കഴിയുമ്പോൾ ബാങ്കുകൾ അംഗീകരിക്കുന്ന ഏതെങ്കിലും മോഡ് ഓഫ് വിഡ്രോവൽ ഉപയോഗിച്ച് അതിൻ്റെ റീപേയ്മെൻറ്റ് നടത്തിയിരിക്കണം. ഇപ്പോൾ ഡിപ്പോസിറ്റായിട്ട് പണം സ്വീകരിക്കണം, നിശ്ചിത കാലാവധി കഴിയുമ്പോൾ അതിൻ്റെ റീപേയ്മെൻറ്റ് ഉറപ്പാക്കണം. ദെൻ ദ ഡെപ്പോസിറ്റ് ലെഫ്റ്റ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് എ ബാങ്കർ ഷുഡ് ബി യൂട്ടിലൈസ് ഐദർ ഫോർ ലെൻഡിങ് ഓർ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഡിപ്പോസിറ്റായിട്ട് സ്വീകരിക്കുന്ന പണം ആവശ്യക്കാർക്ക് കടം കൊടുക്കാനോ ലോൺസ് ആൻഡ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ വിനിയോഗിക്കണം. പണം കടമായിട്ട് വാങ്ങിയിട്ട് മറ്റ് പരിപാടികൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ബാങ്കിങ് ബിസിനസ് ആകില്ല. ഒന്നെങ്കിൽ കസ്റ്റമേഴ്സിന് ലോൺസോ അഡ്വാൻസോ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസേ ബാങ്കുകളായിട്ട് അറിയപ്പെടുകയുള്ളൂ. എ ബാങ്ക് ഷുഡ് ഓൾസോ പെർഫോം സബ്സിഡിയറി സർവീസസ്. ഇപ്പോൾ ബാങ്കുകൾ എന്താ, സബ്സിഡിയറി അനുബന്ധമായ കുറേ സർവീസുകളും കൂടെ ചെയ്യണം. അവർ പണം ഡിപ്പോസിറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും അത് ആവശ്യക്കാർക്ക് ലോൺസും അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയും ബാക്കി വരുന്നത് മാർക്കറ്റബിൾ സെക്യൂരിറ്റികൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രം ഒരു ബാങ്കായി മാറുകയില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബാങ്കായി മാറണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾക്ക് പുറമെ അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് ആൻഡ് പ്രൊവൈഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഇതിന് പുറമെ കുറേ ഏജൻസി സർവീസുകളും ജനറൽ യൂട്ടിലിറ്റി സർവീസുകളും ചെയ്യണം. അപ്പോൾ ഏജൻസി സർവീസ് എന്താ? എ ബാങ്ക് ഷുഡ് ഓൾസോ പെർഫോം സബ്സിഡിയറി സർവീസസ് സച്ച് ആസ് കളക്ഷൻ ഓഫ് ചെക്സ്. കസ്റ്റമേഴ്സിന് വേണ്ടി ചെക്ക് കളക്ട് ചെയ്യുക, കസ്റ്റമേഴ്സിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. ഡ്രാഫ്റ്റ് ആൻഡ് ബിൽസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് ഓൺ സെക്യൂരിറ്റീസ്, പേയ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ആൻഡ് സബ്സ്ക്രിപ്ഷൻസ്, അക്സെപ്റ്റൻസ് ഓഫ് വാല്യുബിൾസ് ഫോർ സേഫ് കസ്റ്റഡി, റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ് എക്സെട്ര. ഇതെല്ലാം എന്താണ്?
സബ്സിഡിയറി സർവീസുകളാണ്. അനുബന്ധമായിട്ട് ഒരു ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിന് മെയിൻ ഫങ്ഷന് പുറമെ അനുബന്ധമായിട്ട് ചെയ്തു കൊടുക്കുന്ന സബ്സിഡിയറി സർവീസുകളാണ്. ഇതെല്ലാം എന്തിൻ്റെ കാറ്റഗറിയിൽ വരും? ഏജൻസി ആൻഡ് ജനറൽ യൂട്ടിലിറ്റി സർവീസുകൾ. അക്സെപ്റ്റൻസ് ഓഫ് മണി ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം പോരാ, സബ്സിഡിയറി സർവീസുകളുടെ പെർഫോം ചെയ്യണം. ഏജൻസി ആൻഡ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ഇതും കൂടെ പെർഫോം ചെയ്ത് കഴിഞ്ഞാലേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ബാങ്കായിട്ട് അറിയപ്പെടുകയുള്ളൂ. ദെൻ അഗെയിൻ ബാങ്കിങ് ഷുഡ് ബി ദി മെയിൻ പാർട്ട് ഓഫ് ദി ബിസിനസ് ഓഫ് എ ബാങ്ക്. ഒരു ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ബിസിനസ് എന്തായിരിക്കണം? ബാങ്കിങ് ബിസിനസ് ആയിരിക്കണം. സബ്സിഡിയറി ബിസിനസ്സുകളാകാൻ പാടില്ല. ഒരു ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ബിസിനസ് എന്താണ്? ബാങ്കിങ് മസ്റ്റ് ബി ദി മെയിൻ പാർട്ട് ഓഫ് ദി ബിസിനസ് ഓഫ് എ ബാങ്ക്. ഒരു ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ബിസിനസ് എല്ലായ്പ്പോഴും ബാങ്കിങ് തന്നെ ആയിരിക്കണം. എ ബാങ്ക് ഷുഡ് യൂസ് ദി ടേം ബാങ്ക് ഓർ ബാങ്കിങ് കമ്പനി ടു ലെറ്റ് ദി പബ്ലിക് നോ ദാറ്റ് ഇറ്റ്സ് എ ബാങ്ക്. ഒരു ബാങ്ക് അതിൻ്റെ പേര് കൂടി എല്ലായ്പ്പോഴും ബാങ്ക് എന്നോ ബാങ്കിങ് കമ്പനി എന്നോ ചേർത്തിരിക്കണം. കാരണം എന്താ? പബ്ലിക്കിന് അറിയാൻ സാധിക്കണം ഇതൊരു ബാങ്കാണ് എന്ന്. എ ബാങ്ക് ഷുഡ് ബി എ മാനുഫാക്ചറർ ഓഫ് മണി. ബാങ്കുകളെല്ലാം എന്താണ്? പണം ഉൽപ്പാദിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം. ഈ പണം ഉൽപ്പാദിപ്പിക്കാൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മണി പ്രിൻ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, എബിലിറ്റി ടു ക്രിയേറ്റ് ക്രെഡിറ്റ്. ഇപ്പം നമ്മളിതിന് മുമ്പൊരു യൂണിറ്റിൽ പഠിച്ചിരുന്നല്ലോ, എന്താണ്? പ്രൈമറി ഡിപ്പോസിറ്റും ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റും. സോ ബാങ്ക് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ദി ക്രിയേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ്സ്. എങ്കിൽ മാത്രമേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ബാങ്കായിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ എന്താ? ബാങ്ക് മസ്റ്റ് ബി എ മാനുഫാക്ചറർ ഓഫ് മണി that it should create credit creation capacity ഉണ്ടായിരിക്കണം. എബിലിറ്റി ടു ക്രിയേറ്റ് ക്രെഡിറ്റ് ഫ്രം ദി പ്രൈമറി ഡിപ്പോസിറ്റ്. ബാങ്ക് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ്സ് ഓർ ക്രിയേറ്റിംഗ് ക്രെഡിറ്റ് ഫ്രം ദി പ്രൈമറി ഡിപ്പോസിറ്റ്സ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കെന്താ പൊതുവായിട്ട് നോക്കിയാൽ ഒരു ബാങ്കിൻ്റെ ജനറൽ ഫീച്ചേഴ്സായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ ആ രണ്ട് ഡെഫിനിഷൻ സർ ജോൺ പഗറ്റിൻ്റെയും ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലും കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി ബാങ്കായിട്ട് അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ദെൻ ഇനി അടുത്ത് നമുക്ക് കസ്റ്റമറിലേക്ക് കിടക്കാം. ഇപ്പം ബാങ്കറിനൊരു ക്ലിയർ കട്ട് ഡെഫിനിഷൻ ഇല്ലാത്തതുപോലെ കസ്റ്റമർ എന്ന ആ ടേമിനും ആക്റ്റുകളിൽ വ്യക്തമായൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല. ഇവിടെയും നമ്മളെന്താ ചില ഓതേഴ്സ് അല്ലെങ്കിൽ ചില ലേൺഡ് അതോറിറ്റീസ് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അത് വളരെ കോംപ്രിഹെൻസീവോ ക്ലിയറോ ആകണമെന്നില്ല. ഇപ്പം അക്കോർഡിംഗ് ടു സർ ജോൺ പഗറ്റ് ഇവിടെയും നമ്മളെന്താ അക്കാഡമിക് പർപ്പസിന് വേണ്ടി പ്രധാനമായിട്ടും ജോൺ പഗറ്റ് കൊടുത്തിരിക്കുന്ന ആ ഡെഫിനിഷനാണ് ഫോളോ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു സർ ജോൺ പഗറ്റ്, ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കസ്റ്റമർ ദർ മസ്റ്റ് ബി സം റെക്കഗ്നൈസബിൾ കോഴ്സ് ഓർ ഹാബിറ്റ് ഓഫ് ഡീലിംഗ്. ഇപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി സം റെക്കഗ്നൈസബിൾ കോഴ്സ് ഓർ ഹാബിറ്റ് ഓഫ് ഡീലിംഗ് ഇൻ ദി നേച്ചർ ഓഫ് റെഗുലർ ബാങ്കിങ് ബിസിനസ്. ഇപ്പോൾ റെഗുലർ ബാങ്കിങ് ബിസിനസ്സിൻ്റെ സ്വഭാവമുള്ള റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന എന്താണ് ഒരു റെക്കഗ്നൈസബിൾ കോഴ്സ് ഒരു ഹാബിറ്റ് ഓഫ് ഡീലിംഗ്. അപ്പം ബാങ്കിങ് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ബാങ്കറും കസ്റ്റമറുമായിട്ടുള്ള ബന്ധത്തിൽ ഉൾപ്പെടുത്താവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ബന്ധം ബാങ്കറും കസ്റ്റമറും തമ്മിൽ ദീർഘകാലത്തേക്കുണ്ടായിരിക്കണം. ഒരൊറ്റ സിംഗിൾ ആക്ട് കൊണ്ട് ഒരിക്കലും ഒരു വ്യക്തി ഒരു കസ്റ്റമർ ആകുന്നില്ല. സോ ഈ ഡെഫിനേഷൻ എന്താണ്? To call a person a customer, one should satisfy the following two conditions. ഇപ്പോൾ സർ ജോൺ പഗറ്റിൻ്റെ കസ്റ്റമറിൻ്റെ ഡെഫിനേഷനിൽ നിന്നും രണ്ട് പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്കൊരു വ്യക്തിയെ ഒരു കസ്റ്റമറായിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. എ, there must be some recognizable course or habit of dealing. Then it means that a customer must deal with the bank frequently or continuously. അപ്പം തുടർച്ചയായിട്ട് ദീർഘകാലാവധിയിലേക്ക് ബാങ്കുമായിട്ട് ഒരു ബാങ്കിങ് നേച്ചറിൽ വരുന്ന ബിസിനസ് ചെയ്തിരിക്കണം. ദെൻ
An isolated transaction will not constitute a person a customer. ഐസൊലേറ്റഡ് ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ആണ്ടിൽ 1-2 ട്രാൻസാക്ഷൻ അതൊരു കസ്റ്റമറായി മാറില്ല. ഫോർ എക്സാമ്പിൾ, ഒക്കേഷണലി ഗെറ്റിംഗ് എ ചെക്ക് എൻ ക്യാഷ് ഓർ ഡിപ്പോസിറ്റിംഗ് വാല്യുബിൾസ് ഫോർ സേഫ് കസ്റ്റഡി എക്സെട്ര. വല്ലപ്പോഴും ഒക്കെ എന്താ, ക്യാഷ് ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി കൗണ്ടറിൽ കൊടുത്ത് ക്യാഷാക്കി മാറ്റും, അല്ലെങ്കിൽ വാല്യുബിൾസ് ഡിപ്പോസിറ്റായിട്ട് ബാങ്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു സേഫ് കസ്റ്റഡി വാലറ്റ് ഹയർ ചെയ്തിട്ട്, ഇപ്പോൾ സാധാരണഗതിയിൽ സേഫ് കസ്റ്റഡി വാലറ്റ്സ് ഹയർ ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കുന്ന കസ്റ്റമേഴ്സിനാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു സേഫ് കസ്റ്റഡി വാലറ്റ് ഉണ്ട്, അതിൽ കുറേ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ വാല്യുബിൾസോ വെച്ചിട്ടുണ്ട് എന്ന് ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് മാത്രം ഒരാളൊരു കസ്റ്റമറായിട്ട് മാറില്ല. ദെൻ ബി, the transactions between the person and the bank must be in the nature of regular banking business and not casual transactions. ഇപ്പം ബാങ്കറും കസ്റ്റമറുമായിട്ടല്ലെങ്കിൽ ബാങ്കറും അതുപോലെ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദി പേഴ്സൺ ആൻഡ് ദി ബാങ്ക്. ഇപ്പം ബാങ്കിൽ ബിസിനസ്സിന് ചെല്ലുന്ന വ്യക്തിയും ബാങ്കുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ബാങ്കിങ് നേച്ചറുള്ളതായിരിക്കണം, കാഷ്വൽ നേച്ചറുള്ളതാകാൻ പാടില്ല. Casual transactions mean transactions which do not relate to acceptance and repayment of deposits and lending of funds. അപ്പം അക്സെപ്റ്റൻസ് ആൻഡ് റീപേയ്മെൻറ്റോ ഡിപ്പോസിറ്റോ ലെൻഡിങ്ങോ ഫണ്ട്സോ ആയിട്ട് ബന്ധപ്പെടാത്ത മറ്റ് കാര്യങ്ങൾ എന്താണ്, കാഷ്വൽ ട്രാൻസാക്ഷൻസ് ആയിട്ട് മാറും. ഒരു ബാങ്കിൻ്റെ മെയിൻ ബിസിനസ് എന്താ, അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൻ്റെ പരിധിയിൽ വരുന്ന ഒരു ബന്ധമായിരിക്കണം ഒരു വ്യക്തിയും ബാങ്കുമായിട്ടുള്ളത്. എങ്കിൽ മാത്രമേ ആ വ്യക്തിയെ നമുക്കൊരു കസ്റ്റമറായിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, എൻകാഷ്മെൻറ്റ് ഓഫ് എ ബെയറർ ചെക്ക് വിതൗട്ട് ഹാവിങ് ആൻ അക്കൗണ്ട്. ഇപ്പം ബെയറർ ചെക്കിന് അക്കൗണ്ട് വേണമെന്നില്ല. പേ ടു സച്ച് ആൻഡ് സച്ച് പേഴ്സൺ ഓർ ടു ദി ബെയറർ. ബെയറർ ചെക്ക് എന്താണ്, ഇത് കൊണ്ടുപോയി ബാങ്കിൻ്റെ കൗണ്ടറിൽ കൊടുക്കുന്ന ആർക്കും അതിൻ്റെ പണം സ്വീകരിക്കാൻ കഴിയും. പേ ടു ദി ബെയറർ, ഇത് കൊണ്ടുവരുന്നയാൾക്ക് പണം കൊടുക്കുക. ഇപ്പോൾ ഒരു ബെയറർ ചെക്ക് കൊണ്ടുപോയി ഒരു ബാങ്കിൽ ഒരിക്കൽ എൻകാഷ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും ഒരു ബാങ്കിൻ്റെ കസ്റ്റമറായിട്ട് മാറുന്നില്ല. ദെൻ ഫോർ എക്സാമ്പിൾ, എൻകാഷ്മെൻറ്റ് ഓഫ് എ ബെയറർ ചെക്ക് വിതൗട്ട് ഹാവിങ് എൻ അക്കൗണ്ട്. എക്സാമ്പിൾസ് ഓഫ് റെഗുലർ ബാങ്കിങ് ബിസിനസ് ആർ അക്സെപ്റ്റൻസ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് ഓഫ് മണി. അക്സെപ്റ്റൻസ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് ഓഫ് മണി. അപ്പം ഈ 2 കണ്ടീഷൻസ് ഒരു വ്യക്തി ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അയാളെ ഒരു റിക്കഗ്നൈസബിൾ കസ്റ്റമറായി കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ഒരു കസ്റ്റമറായിട്ട് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ബാങ്കിങ് നേച്ചറിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഒരു വ്യക്തിയും ബാങ്കുമായിട്ട് ദീർഘകാലത്തേക്ക് തുടർച്ചയായിട്ടുണ്ടായിരിക്കണം. ഒരു ഒക്കേഷണൽ ട്രാൻസാക്ഷൻ ആകാൻ പാടില്ല. ഒരു ബെയറർ ചെക്ക് കിട്ടി, അതൊരു ബാങ്കിൽ കൊണ്ട് എൻകാഷ് ചെയ്തു, അയാളൊരു കസ്റ്റമറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പം നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു റെക്കഗ്നൈസബിൾ നേച്ചറുള്ള ഒരു ബിസിനസ് ദീർഘകാലത്തേക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു വ്യക്തി നമുക്കെന്താ ഒരു കസ്റ്റമറായിട്ട് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കെന്താ നെക്സ്റ്റ്, ടു മേക്ക് എ പേഴ്സൺ എ കസ്റ്റമർ ദി ഫോളോയിങ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ ഒരു വ്യക്തിയെ ഒരു ബാങ്കിൻ്റെ കസ്റ്റമറായിട്ട് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ചില എസെൻഷ്യൽ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിരിക്കണം. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി പേഴ്സൺ ഇൻറ്റൻഡിങ് ടു ബി എ കസ്റ്റമർ, ഒരു കസ്റ്റമർ ആകാൻ താല്പര്യമുള്ള ഇൻറ്റൻഷനുള്ള ഒരു വ്യക്തി. ഷുഡ് ഹാവ് ആൻ അക്കൗണ്ട് വിത്ത് എ ബാങ്ക്. ഒരു കസ്റ്റമർക്ക് എല്ലായ്പ്പോഴും ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പം ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരാളെ മാത്രമേ നമുക്കൊരു കസ്റ്റമറായിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ദെൻ he must have, അല്ലെങ്കിൽ എ പേഴ്സൺ ഇൻറ്റൻഡിങ് ടു ബി എ കസ്റ്റമർ ഷുഡ് ഹാവ് ആൻ അക്കൗണ്ട് വിത്ത് ദി ബാങ്ക്. അത് സേവിങ്സ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടോ ആകാം. ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതൊരു എസെൻഷ്യൽ കണ്ടീഷനാണ്. only a person having an account with a bank can be considered as a customer of the bank. Secondly, casual dealings such as taking a bank draft വിതൗട്ട് ഹാവിങ് എൻ അക്കൗണ്ട്. ബാങ്കിൽ പോയി ആർക്ക് വേണമെങ്കിലും ബാങ്ക് ഡ്രാഫ്റ്റ് എടുക്കാം, അക്കൗണ്ട് വേണമെന്നില്ല. ഡിപ്പോസിറ്റിംഗ് വാല്യുബിൾസ് ഇൻ സേഫ് ഡിപ്പോസിറ്റ് വാലറ്റ്സ് ഇൻ എ ബാങ്ക് എക്സെട്ര വിൽ നോട്ട് മേക്ക് എ പേഴ്സൺ എ കസ്റ്റമർ ഓഫ് എ ബാങ്ക്. നമ്മളൊരു ഡ്രാഫ്റ്റ് എടുക്കുന്നു അല്ലെങ്കിൽ
സേഫ്റ്റി ഡിപ്പോസിറ്റ് ലോക്കേഴ്സിൽ ഡോക്യുമെൻസോ അല്ലെങ്കിൽ വാല്യുബിൾസോ ഡിപ്പോസിറ്റ് ചെയ്യുന്നതോ കൊണ്ട് ഒരു വ്യക്തി ഒരു കസ്റ്റമർ ആകണമെന്നില്ല. The nature of dealings of a person with a bank should be in the nature of regular banking business. അതുപോലെ എന്താ, ഒരു ഇൻഡിവിജ്വലും ബാങ്കുമായിട്ടുള്ള ഡീലിങ്സ് ഒരു റെഗുലർ ബാങ്കിങ് നേച്ചറിലുള്ളതായിരിക്കണം. ഇപ്പോൾ അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ആൻഡ് എന്താ, ബാങ്കിൽ കൊണ്ടുപോയെന്നെങ്കിൽ പണം ഡിപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോണോ അഡ്വാൻസോ എടുക്കണം. എങ്കിൽ മാത്രമേ ആ വ്യക്തിയെ ഒരു കസ്റ്റമറായിട്ട് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. Then D. It is not essential that the transaction between the banker and the customer should be repetitive. ഒരേ ട്രാൻസാക്ഷൻ തന്നെ വീണ്ടും വീണ്ടും ചെയ്യണമെന്നില്ല, റെപ്പറ്റേറ്റീവ് നേച്ചർ ആകണമെന്നില്ല. Though repetition is suspected, it is not compulsory. ട്രാൻസാക്ഷൻ റെപ്പറ്റേഷൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത് കമ്പൽസറി ആകണമെന്നത് നിർബന്ധമുണ്ടാകണമെന്നില്ല. ഇത് നമുക്കെന്താണ്, ഒരു വ്യക്തിയെ ഒരു കസ്റ്റമറായിട്ട് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത്? 4 റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താ, നമ്മളൊരു ബാങ്കറും കസ്റ്റമറുമാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു ഇൻഡിവിജ്വൽ ഒരു ബാങ്കറായിട്ട് അറിയണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്? സർ ജോൺ പഗറ്റ് തന്നിരിക്കുന്ന ഡെഫിനിഷൻ എന്താണ്? ഇപ്പോൾ ബാങ്കർ ആണെങ്കിലും കസ്റ്റമർ ആണെങ്കിലും സർ ജോൺ പഗറ്റിൻ്റെ ഡെഫിനിഷനാണ് സാധാരണയായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളതും ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഡെഫിനിഷൻ നിങ്ങൾ നോക്കി പഠിക്കുക. എസെൻഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബേസിക് നേച്ചർ എന്തൊക്കെയാണ്, അതും കൂടെ പഠിക്കുക. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ഒരു ബാങ്കറും കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏതൊക്കെ രീതിയിലാകാം? ഒന്ന്, ജനറൽ റിലേഷൻഷിപ്പ്, പൊതുവായ ബന്ധം, ജനറൽ റിലേഷൻഷിപ്പ്. രണ്ടാമത് സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. ഈ ജനറൽ റിലേഷൻഷിപ്പ് തന്നെ പലപ്പോഴും എന്താണ്, 15 മാർക്സിനൊക്കെ ചോദിക്കാവുന്നതാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ജനറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് കസ്റ്റമർ. അപ്പം നമുക്ക് രണ്ടാമത് ജനറൽ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്? ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ, ഡെറ്ററും ക്രെഡിറ്ററുമായിട്ട്. ഇത് രണ്ടും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ബാങ്ക് ഡെറ്ററും കസ്റ്റമർ ക്രെഡിറ്ററും ആകും. എപ്പോഴാണ്? ഒരു കസ്റ്റമർ ബാങ്കിൽ കൊണ്ടുപോയി പണം ഡിപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഹോൾഡർ ഈസ് ദി ക്രെഡിറ്റർ ഓഫ് എ ബാങ്ക്. നിങ്ങൾ കൊണ്ടുപോയി 10,000 രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് കഴിഞ്ഞാൽ ബാങ്ക് നിങ്ങളുടെ ഡെറ്ററാണ്, നിങ്ങൾ ആ ബാങ്കിൻ്റെ ക്രെഡിറ്ററായിട്ട് മാറുന്നു. ഈ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നിങ്ങൾ ബാങ്കിൽ പോയി ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡെറ്ററും ബാങ്ക് ക്രെഡിറ്ററുമായിട്ട് മാറുന്നു. ഇപ്പം ജനറൽ റിലേഷൻഷിപ്പിൽ ആദ്യത്തെ എന്താ, ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. ഇത് ഇൻ്റർചേഞ്ച് ചെയ്യാവുന്നതാണ്, പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ചില സാഹചര്യങ്ങളിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നയാൾ കസ്റ്റമർ എന്തായിട്ട് വരും, ഡെറ്ററായിട്ട് വരും. ചില സാഹചര്യങ്ങളിൽ ബാങ്ക് ഡെറ്ററായിട്ട് വരും. രണ്ടുകൊണ്ട്. ദെൻ ഏജൻ്റ് ആൻഡ് പ്രിൻസിപ്പൽ, രണ്ടാമത്തെ ജനറൽ റിലേഷൻഷിപ്പ് വരുന്നതാണ് ഏജൻ്റ് ആൻഡ് പ്രിൻസിപ്പൽ. ഇവിടെ എന്താണ്, കസ്റ്റമർ പ്രിൻസിപ്പലായിട്ട് ആക്ട് ചെയ്യുന്നു, ബാങ്ക് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. ദെൻ ട്രസ്റ്റി ആൻഡ് ബെനഫിഷ്യറി, ബാങ്ക് ട്രസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ജനറൽ റിലേഷൻഷിപ്പാണ്, പൊതുവായ ബന്ധം. ബാങ്കും കസ്റ്റമറുമായിട്ടുള്ള ജനറൽ റിലേഷൻഷിപ്പിൽ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ, രണ്ടാമത് ഏജൻ്റ് ആൻഡ് പ്രിൻസിപ്പൽ, മൂന്നാമത് ട്രസ്റ്റി ആൻഡ് ബെനഫിഷ്യറി. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് സ്പെഷ്യൽ റിലേഷൻഷിപ്പാണ്. സ്പെഷ്യൽ, പ്രത്യേകമായ ബന്ധം. ബാങ്കറും കസ്റ്റമറുമായിട്ടുള്ള സ്പെഷ്യൽ റിലേഷൻഷിപ്പിൽ അതിൽ തന്നെ ഓബ്ലിഗേഷൻ ഓർ ഡ്യൂട്ടീസ്, ഓബ്ലിഗേഷൻ ഓർ ഡ്യൂട്ടീസ് ഓൺ ദി പാർട്ട് ഓഫ് ദി ബാങ്കർ. ബാങ്കറിൻ്റെ ഓബ്ലിഗേഷൻസും ഡ്യൂട്ടീസും. അതിലൊന്നാമത് ഓബ്ലിഗേഷൻ ടു ഓണർ ചെക്സ്, ചെക്കുകൾ ഓണർ ചെയ്യുക. അപ്പം അത്യാവശ്യം പണം അല്ലെങ്കിൽ ആവശ്യത്തിന് ബാലൻസ് ഉണ്ടെങ്കിൽ ബാലൻസ് ഉള്ള ഒരു കസ്റ്റമർ, ആവശ്യത്തിന് ബാലൻസ് ഉള്ള ഒരു കസ്റ്റമർ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണർ ചെയ്യാനുള്ള ബാധ്യത ബാങ്കിനുണ്ട്. രണ്ടാമത് ഓബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്സ്.
ഒരു കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൻ്റെ സീക്രസി എല്ലായ്പ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതൊരു പ്രധാനപ്പെട്ട ഓബ്ലിഗേഷനാണ്. കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിൻ്റെ സീക്രസി അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബാധ്യത ബാങ്കുകൾക്കുണ്ട്. ഇപ്പം ഒരു കസ്റ്റമറിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആര് ചെന്ന് ചോദിച്ചാലും വെളിപ്പെടുത്താൻ ബാങ്കുകൾക്ക് പറ്റില്ല. അതൊരു പ്രധാനപ്പെട്ട ഓബ്ലിഗേഷനാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓബ്ലിഗേഷൻ ടു ഓണർ ചെക്സ്. ഇപ്പോൾ സഫിഷ്യൻ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ട് ഹോൾഡർ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണർ ചെയ്യുന്നില്ല എങ്കിൽ അത് ആ അക്കൗണ്ട് ഹോൾഡറിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഗുഡ് നെയിമിനെ ബാധിക്കും, റെപ്യൂട്ടേഷനെ ബാധിക്കും. റെപ്യൂട്ടേഷനെ ബാധിച്ചു കഴിഞ്ഞാൽ അതിന് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ബാധ്യത, നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ബാധ്യത ബാങ്കുകൾക്കുണ്ടാകും. ഇനി ബി, റൈറ്റ്സ് ഓഫ് ബാങ്കർ. ഇപ്പം ഇതിന് പുറമെ എന്താ? ബാങ്കിന് കുറേ റൈറ്റ്സ് ഉണ്ട്, അവകാശങ്ങളുണ്ട്. ഓബ്ലിഗേഷൻസ്, റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻസ് ആൻഡ് റൈറ്റ്സ്. ഇതും നമ്മൾ സ്പെഷ്യൽ റിലേഷൻഷിപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്. റൈറ്റ്സ് ഓഫ് എ ബാങ്കർ. ദെൻ റൈറ്റ് ഓഫ് ജനറൽ ലീൻ. ഒരു ലീൻ റൈറ്റ് ഉണ്ട് ബാങ്കുകൾക്ക്. ലീൻ റൈറ്റ് എന്താണ്? മറ്റൊരാളുടെ വസ്തുക്കൾ തടഞ്ഞു വയ്ക്കാനുള്ള ഒരു അവകാശം. മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ, മറ്റൊരാളുടെ ഒരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യാനുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എന്തെങ്കിലും അസറ്റ്സ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അത് ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ അയാൾ കടം വാങ്ങിയിരിക്കുന്ന പണം തിരികെ തരുന്നവരോ നമുക്ക് തടഞ്ഞു വയ്ക്കാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ഓഫ് ഡീറ്റെയിൻ. അത് ഡീറ്റെയിൻ ഓർ റീറ്റെയിൻ ദി പ്രോപ്പർട്ടി ഓഫ് സംബഡി എൽസ്. അതാണ് റൈറ്റ് ഓഫ് ലീൻ. ബാങ്കിൻ്റെ ലീൻ റൈറ്റ് എന്താണ്? ജനറൽ ലീനാണ്. ജനറൽ ലീൻ, റൈറ്റ് ഓഫ് ജനറൽ ലീൻ. ദെൻ റൈറ്റ് ടു കമ്പൈൻ അക്കൗണ്ട്സ്. ഒന്നിലധികം അക്കൗണ്ടുകൾ ഒരു അക്കൗണ്ട് ഹോൾഡറിനൊരു ബ്രാഞ്ചിലുണ്ടെങ്കിൽ, ബാങ്കിലുണ്ടെങ്കിൽ അത് കമ്പൈൻ ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. ദെൻ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. റൈറ്റ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ്, കമ്മീഷൻ ആൻഡ് ഇൻസിഡൻ്റൽ ചാർജസ്. ബാങ്കിന് ഇൻട്രസ്റ്റ് ലഭിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ കമ്മീഷനും ഇൻസിഡൻ്റൽ ചാർജസും. ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കുറേശ്ശെ പൈസ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനും ബാങ്കിന് അവകാശമുണ്ട്. ഇത്രയും നമുക്കെന്താ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് കസ്റ്റമറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്.